ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ, നമ്മൾ പല രീതിയിലും രസം തയ്യാറാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇങ്ങനൊരു രസം ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. പുളിയൊന്നും ചേർക്കാത്ത നല്ല പുളിപ്പോട് കൂടിയ നല്ല രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു മാങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം പുളിപ്പുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി അതിലേക്കായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ പൊടിച്ചതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടില്ലായിരുന്നു മാങ്ങ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചതഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു 7-8 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് വരാം. അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കത് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് വരാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനൊരു 6-7 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളിയും ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം രസം തയ്യാറാക്കിയാലോ. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴേക്കും കുറച്ച് ഉലുവയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മാങ്ങയുടെയൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ, അത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളെപ്പോഴും ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ മാങ്ങയുടെ കൂട്ടും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് പുളിയൊന്നും ആവശ്യമില്ല. നമ്മൾ ആ മാങ്ങയിലുള്ള ആ ഒരു പുളി മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ തക്കാളി, ചെറുതാണെങ്കിൽ ഒരെണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ പകുതിയോളം എടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ രസം തയ്യാറാക്കുമ്പോൾ സാധാരണ രസം തയ്യാറാക്കുമ്പോൾ അത് തിളയ്ക്കാറില്ല. അപ്പോൾ ഈ ഒരു രസം തയ്യാറാക്കിയാൽ നല്ലപോലെ തിളയ്ക്കണം. അങ്ങനെ നമ്മുടെ രസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ്. ഇത് നന്നായിട്ടൊരു 5 മിനിറ്റോളം ഇതിനെ നിന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നല്ല രീതിയിൽ ആ മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ട് ആ ഒരു രസം നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു യഥാർത്ഥ രുചി അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രം മതിയാകും. ഇനി നമ്മുടെ ആ ചട്ടിയിലിരുന്ന് തന്നെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. നമ്മുടെ രസമൊക്കെ ഇന്ന് നല്ല രീതിയിൽ തയ്യാറായി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു രസമാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു രസം മാത്രം വെച്ച് കഴിക്കാൻ എന്താ നല്ലൊരു ടേസ്റ്റ് എന്നറിയാമോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു രസമാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോറ് തന്നെയാണ് ഞാൻ ചോറിൻ്റെ കൂടെ ഈ ഒരു രസം കൂട്ടി മാത്രമാണ് ഞാൻ കഴിച്ചത്. വേറെ ഒരു കറിയും വേണ്ടി വരുന്നില്ല. അടിപൊളി രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും
താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.